Now we shall discuss the force between two parallel wires carrying current I1 and I2. So we have two wires wire P carrying current I1, and at a distance from P, at a distance R from P, there is another wire Q which is carrying current I2, and these two wires are kept parallel. Now we have to find a formula to find the force between the two wires. So ഇപ്പോൾ ആദ്യത്തെ വയർ പി എന്നുള്ള വയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള കറൻറ്റ് I1 ആണ്. ഈ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റും ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല B ഈസ് ഈക്വൽ ടു μ0, കറൻറ്റ് I1 ആയതുകൊണ്ട് μ0 I1 ബൈ 2πr. We are going to find the magnetic field at a distance r from the wire P. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആറിലാണ് നമ്മൾ രണ്ടാമത്തെ വയർ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വയർ Q ആൻഡ് ഇറ്റ് ഈസ് ക്യാരിയിങ് കറൻറ്റ് I2. ആദ്യത്തെ വയറിൽ ദ കറൻറ്റ് ഈസ് I1. ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസാണ് R. അപ്പോൾ ഈ രണ്ടാമത്തെ കണ്ടക്ടർ ആദ്യത്തെ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ആണ് അത് നിൽക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല μ0 I1 ബൈ 2πr. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അല്ലേ? നമ്മൾ ആ കണ്ടക്ടർ പീനെ റൈറ്റ് ഹാൻഡ് തന്നെ എടുക്കണം കേട്ടോ. റൈറ്റ് ഹാൻഡിൽ പിടിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ദി ഡയറക്ഷൻ ഓഫ് ദ ഫിംഗേഴ്സ്. അപ്പോൾ ഈ ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ അല്ലേ? ഫിംഗേഴ്സ് ആർ പോയിൻറ്റിങ് ഇൻ ടു പേപ്പറിൻ്റെ ഉള്ളിലേക്കാണ്, പിന്നെ പേപ്പറിന് പെർപെൻഡിക്കുലറുമാണ്. ദ ഡയറക്ഷൻ ഓഫ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ ഉള്ളിലേക്കാണ്, ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ കണ്ടക്ടർ ക്യൂവിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടറിനെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. എന്താണ് ആ ഫോഴ്സിൻ്റെ ഫോർമുല? F ഈസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് ബി അല്ലേ? F ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് ബി. ഇവിടെ I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കറൻറ്റ് ത്രൂ ദ കണ്ടക്ടർ Q. വി ആർ പ്ലേസിങ് എ കണ്ടക്ടർ ക്യാരിയിങ് കറൻറ്റ് I2 ആൻഡ് ലെങ്ത് L ഇൻ ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ I2 ഇൻറ്റു L ക്രോസ് ബി, ജനറൽ ഫോർമുല I ഇൻറ്റു L ക്രോസ് ബി. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എല്ലും ബിയും ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇപ്പോൾ പെന്നിൻ്റെ ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി കണ്ടക്ടർ. ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ L ക്രോസ് ബി എന്ന് പറയുന്നത് LB സൈൻ 90, I2 LB സൈൻ 90 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു I2 LB. ഇനി ഫോഴ്സ് ഇസ് ഈക്വൽ ടു I2 LB എന്ന് പറയുന്നത് ഫ്രം ഇക്വേഷൻ 1 അല്ലേ? B ഫ്രം ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. μ0 I1 ഡിവൈഡഡ് ബൈ 2πr. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ F ഈക്വൽ ടു μ0 I1 I2 L ഡിവൈഡഡ് ബൈ 2πr. നമ്മൾ സാധാരണ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എഴുതുക. അതുകൊണ്ട് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ദി കണ്ടക്ടർ ഈസ് μ0 I1 I2 ബൈ 2πr. So this is the force between the conductors P and Q. ഇനി what is the direction of this force? ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വേണം എടുക്കാൻ. ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ എങ്ങനെയാണ് വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചൂണ്ടുവിരലാണ് വരുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ് അല്ലേ? ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. കറൻറ്റ് മുകളിലേക്കാണ്. ഈ ഇതിൽ നിങ്ങൾ കറൻറ്റിൻ്റെ ഡയറക്ഷനും ഇതും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് perpendicular and into the plane of the paper. Current is in the upward direction. L എന്ന് പറയുന്നത് direction of length or direction of current in the upward direction. Force is towards P.
ഇതാണ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ടുവേർഡ്സ് പി. ഇനി അതേപോലെ ഫോഴ്സ് ഓൺ ക്യൂ ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് പി ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. പീൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ക്യൂവിനെ വയ്ക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഫോഴ്സ് ടുവേർഡ്സ് പി ആണ്. ഇനി ഇതേപോലെ നിങ്ങൾ ഡയറക്ഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ഫോഴ്സ് ഓൺ ക്യൂ ഡ്യൂ ടു പി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ അട്രാക്ഷനാണ് വരുന്നത്. രണ്ട് കറൻറ്റും സെയിം ഡയറക്ഷനിലായി കഴിഞ്ഞാൽ ഓർ പാരലൽ കറൻറ്റ്സ് or currents which are in the same direction attract each other. അതേപോലെ ആൻറ്റി പാരലൽ കറൻറ്റ്സ്, ഈ കറൻറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. ആൻറ്റി പാരലൽ കറൻറ്റ്സ് റിപ്പൽ. അപ്പോൾ ഇത് നോക്കി വയ്ക്കണം. ചാർജസിൻ്റെ കേസ് പോലെ അല്ല. കറൻറ്റ്സ് ഒരേ ഡയറക്ഷനിലായി കഴിഞ്ഞാൽ അവ തമ്മിൽ അട്രാക്ഷനും കറൻറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി കഴിഞ്ഞാൽ അവ തമ്മിൽ റിപ്പൽഷനുമാണ് വരുന്നത്. ആൻറ്റി പാരലൽ കറൻറ്റ്സ് റിപ്പൽ.